നോമ്പുകാരൻ്റെ ഭവനവും ഈ റമദാനിലൂടെ ആത്മീയതയുടെ തീരത്തേക്ക് അടുക്കണം. നമ്മുടെ വീട് എന്ന് പറയുന്നത് സുഹൃതങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വലിയ ഉന്നതമായ സംസ്കാരത്തിലേക്കുള്ള ഒരു പാഠശാലയായി മാറേണ്ട കാലഘട്ടമാണ് റമദാൻ. നമ്മുടെ വീട് എങ്ങനെയാകണം എന്നുള്ളതിന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. എല്ലാ നന്മകളും പഠിപ്പിക്കപ്പെടേണ്ട കേന്ദ്രമാണത്. ആരാധനയുടെ മഹത്വം മക്കൾ തിരിച്ചറിയേണ്ട കേന്ദ്രമാണത്. പരസ്പര ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ പ്രാധാന്യവും ഇതര മതസ്ഥരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന മൂല്യക്രമങ്ങളും എല്ലാം പഠിപ്പിക്കപ്പെടേണ്ട കേന്ദ്രം. ആ കേന്ദ്രത്തിൽ അധ്യാപകർ ഉമ്മയും ബാപ്പയുമാണ്. അതിനോട് മൂല്യമുള്ളവരായി അവർക്ക് മാറുവാനും കഴിയണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ റമദാനിൽ നമ്മുടെ വീട്ടിൽ ഈമാനികമായ വെളിച്ചമുണ്ടാകട്ടെ, അവിടെ ഇസ്ലാമികമായ സൗരഭ്യങ്ങൾ പരക്കട്ടെ, ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും കേൾക്കാനും കാത്തിരിക്കുന്ന പൂക്കളായി നമ്മുടെ മക്കൾ മാറട്ടെ. അങ്ങനെയാകുമ്പോൾ അതിലൂടെ ഉയരുന്ന സൗരഭ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് വിവരിക്കാനാകാത്ത അചിന്തനീയമായ വിവരണാതീതമായ മനോഹരമായ ഈമാനിൻ്റെ സൗരഭ്യങ്ങളായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.